Hi students, welcome to the part 1 section of chapter measurement. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ്. നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസോ ഡെറിവേഷൻസോ പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി നമുക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക് അല്ല മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് നമ്മൾ എങ്ങനെയാണ് ഒരു ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ എന്താണ് മെഷർമെൻറ്റ്, ഹൗ വി ക്യാൻ ഡിഫൈൻ ദ ടൈം മെഷർമെൻറ്റ്. ഇനി ആ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ഡിഫറെൻറ്റ് യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ചു പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ടോപ്പിക്ക് തുടങ്ങേണ്ടത് ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്ന ആ ടേമിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എപ്പോഴും നടത്തുന്നത് നമുക്കറിയാം, നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ മെഷർമെൻറ്റിലോട്ട് പോകുന്നതിന് മുൻപ് ഇവിടെ പറഞ്ഞു പോകുന്ന ഒരു ടേമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഷർമെൻറ്റിലോട്ട് പോകാം. ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നുള്ളതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മെഷർമെൻറ്റ് നടത്തിയെടുക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. പറഞ്ഞാൽ മനസ്സിലായോ? എന്താ ഞാൻ പറഞ്ഞത്? നമുക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ മെഷർമെൻറ്റ് നടത്തിയെടുക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ എനി ക്വാണ്ടിറ്റി ദറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മെഷർമെൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് നടത്തി എടുക്കാൻ പറ്റുന്ന, അത് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായിട്ടോ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന എക്സാമ്പിളാണ് ലെങ്ത്ത്, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടൈം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. മാസ്, ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ? കാരണം എന്താ? ഇതെല്ലാം നമുക്ക് മെഷർമെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വിധത്തിൽ മെഷർമെൻറ്റ് നടത്താൻ പറ്റുന്ന, ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ മെഷർമെൻറ്റ് നടത്താൻ പറ്റുന്ന ക്വാണ്ടിറ്റികളെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇത്തരം ക്വാണ്ടിറ്റികളെ എങ്ങനെ മെഷർമെൻറ്റ് നടത്തുന്നു, അല്ലെങ്കിൽ എന്താണ് മെഷർമെൻറ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുൻപ്, ഡെഫിനിഷനിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ മെഷർമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകൾ, അത് നമുക്കൊരു അനിമേഷൻ്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു ചെറിയൊരു അനിമേഷൻ വീഡിയോ കണ്ടിട്ട് നമുക്ക് മെഷർമെൻറ്റ് എന്താണ്, മെഷർമെൻറ്റ് നടത്തുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. മെഷർമെൻറ്റിൻ്റെ ഡെഫിനിഷനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ആക്യുറേറ്റ് ഡയമെൻഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റാണ്. മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ലെങ്ത്ത് മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, നമ്മൾ സ്കെയിൽസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയുന്ന സ്കെയിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലൊക്കെയുള്ള ആ മെഷറിങ് സ്കെയിലാണിത്, റൈറ്റ്? അപ്പോൾ അത് കുറേ കൂടെ കൂടിയ ലെങ്ത് മെഷർമെൻറ്റ് നടത്താൻ ഉപയോഗിക്കുന്ന, മെഷർമെൻറ്റ് നടത്തുന്ന സ്കെയിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. നമ്മളൊരു മെഷറിങ് ടേപ്പ് എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ മെഷർമെൻറ്റ് നമ്മൾ നോക്കി, ഒരു ടേബിളിൻ്റെ മറ്റോ ലെങ്ത്ത് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, നമ്മളതിൻ്റെ 0 വരുന്ന എഡ്ജ് കറക്റ്റ് ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എത്ര ലെങ്ത് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫെക്റ്റായിട്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചൊന്നുമല്ല എടുക്കേണ്ടത്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റ് നടത്തുക ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെരിഞ്ഞ് ഒന്നും മെഷർമെൻറ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ലെങ്ത് ആയിരിക്കത്തില്ല. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ മെഷറിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മളിപ്പോൾ ഒരു ബ്രോക്കൺ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട്, കണ്ടോ, ഇതിൻ്റെ എഡ്ജൊക്കെ പോയിരിക്കുവാണ്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ സാധിച്ചൊന്നും വരികയില്ല. അപ്പോൾ അവർ കാണിച്ചിരിക്കുന്നതാണ്ടോ. അപ്പോൾ ഇവർ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ എഡ്ജൊക്കെ പോയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അവർ ഈ 4 എന്ന് പറയുന്ന പോയിന്റിൽ ഇതിൻ്റെ ഒരു എഡ്ജ് കോയിൻസൈഡ് ചെയ്യുന്നു. മറ്റേ എഡ്ജ് നോക്കിയപ്പോൾ 13 കിട്ടിയിരിക്കുന്നത്. ഒരു 13 സെൻറ്റിമീറ്റർ അല്ല അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, നമ്മൾ 4-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എഡ്ജ് എവിടെയാണോ തുടങ്ങിയത്
അവിടെ നോക്കുക, ഫൈനൽ ഈ കിട്ടിയിരിക്കുന്ന മെഷർമെൻറ്റ് നോക്കുക. എങ്കിൽ ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ, കാരണം 4 സെൻറ്റിമീറ്റർ കയറ്റിയാണ് നമ്മൾ സ്കെയിൽ വെച്ചിരിക്കുന്നത്. സാധാരണ നമുക്ക് 0-യിലാണ് വരേണ്ടത്. 4 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിൽ കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ 13 - 4 എന്ന് പറയുന്ന 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്ന 9 സെൻറ്റിമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി രണ്ടാമത് നമ്മളിപ്പോൾ ഒരു ലെങ്ത്ത് മെഷർമെൻറ്റ് നടത്തുന്ന സമയത്ത് ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ മെഷർമെൻറ്റിന് കറക്റ്റ് പാരലായിട്ട്, അല്ലേ, ആ ഏത് പോയിൻ്റാണോ നമുക്ക് എടുക്കേണ്ടത് അതിന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട്, കറക്റ്റ് പാരലായിട്ട് നമ്മുടെ കണ്ണുകൾ വരുന്ന വിധത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാനായിട്ട്. ഇനി താഴെ നിന്ന് നോക്കിക്കൊണ്ടോ ഒരു ഹൈറ്റിൽ നിന്ന് നോക്കിക്കൊണ്ടോ ഒക്കെ മെഷർമെൻറ്റ് എടുക്കാൻ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് ഒരിക്കലും കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കത്തില്ല. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ തെറ്റായ മെത്തേഡുകളാണ്. കണ്ടോ, അതിന് ആ കറക്റ്റ് ആ പോയിൻറ്റിന് താഴെ നിന്നോ മുകളിൽ നിന്നോ നോക്കുമ്പോൾ ആ ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കണ്ടോ ആ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആനിമേഷൻ വീഡിയോയിൽ കണ്ടത് നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു, അല്ലേ? നമുക്ക് എങ്ങനെ, ഞാനൊരു ലെങ്ത്ത് ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് നമ്മളിവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ മെഷർമെൻറ്റുകൾ എടുക്കുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മെഷർമെൻറ്റ് കൺസിഡർ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളതിൽ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന്, കറക്റ്റ് ആ എഡ്ജ് ഒരു സ്കെയിൽ എടുക്കുക, അതിൻ്റെ 0 വരുന്ന എഡ്ജ് കറക്റ്റ് ലെങ്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുന്നു. എന്നിട്ട് വേണം നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നമ്മൾ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹൈറ്റൊക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഏത് പോയിന്റിലാണോ നമുക്ക് ഹൈറ്റ് മെഷർ ചെയ്യേണ്ടത് അതിന് പാരലായിട്ട്, അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഐസ് വരുന്ന വിധത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മെഷർമെൻറ്റ് നടത്താൻ. അതിൻ്റെ താഴെ നിന്നോ മേളിൽ നിന്നോ ഒന്നും മെഷർമെൻറ്റ് നടത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ മെഷർമെൻറ്റ് നടത്തുന്ന മെത്തേഡുകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മെഷർമെൻറ്റ് എന്താണെന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ മെഷർമെൻറ്റ് നടത്തുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന്. നമുക്ക് ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ശരിയല്ലേ? 2-3 എക്സാമ്പിളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഒരു മെഷർമെൻറ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഒരു മെഷർമെൻറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനിപ്പം പറഞ്ഞതുപോലെ നമ്മളൊരു ക്വാണ്ടിറ്റി നമ്മൾ മെഷർമെൻറ്റ് നടത്താൻ പോവുകയാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണത്തിന് നമ്മളൊരു ലെങ്ത്ത് മെഷർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് നടത്തണമെങ്കിലും ആ മെഷർമെൻറ്റിന് വേണ്ടി നമുക്കൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഒരു ഫണ്ടമെൻ്റൽ വാല്യൂ നമുക്ക് എപ്പോഴും വേണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഒരു ലെങ്ത്ത് മെഷർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു ടേബിളിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുകയാണ്. ഈ ടേബിളിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യണമെങ്കിൽ എനിക്കൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു വാല്യൂ വേണം. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി സാധാരണ ചെയ്യുന്നത് പോലെ ഞാനൊരു മീറ്റർ സ്കെയിൽ എടുത്തിട്ട് ലെങ്ത്ത് അളക്കുവാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മീറ്റർ സ്കെയിൽ വെച്ച് ലെങ്ത്ത് അളന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 16 മീറ്റർ എന്ന് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ ഇതാ ടേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന മെഷർമെൻറ്റാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, 16 മീറ്റർ. പറഞ്ഞ് മനസ്സിലായോ? ഇനി അതുപോലെ ഞാൻ ഈ ബോർഡിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തു എന്ന് കരുതുക. എനിക്കൊരു 2.6 മീറ്റർ എന്ന് കിട്ടി. പറഞ്ഞ് മനസ്സിലായോ? ഇതുപോലെ ഞാൻ മറ്റേതെങ്കിലും ഒരു ലെങ്ത്ത്, ഇപ്പോൾ ഈ ക്ലാസ് റൂമിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ 22 മീറ്റർ എന്ന് കിട്ടി. ഇതൊക്കെ ചുമ്മാ ഞാൻ വെറുതെ ഒരു റഫായിട്ട് എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഓരോ ലെങ്ത്തും മെഷർമെൻറ്റ് നടത്തിയപ്പോൾ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി നമ്മളൊരു ഫണ്ടമെൻ്റൽ വാല്യൂ ചൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ ഫണ്ടമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്? ഇവിടെ എല്ലാം നോക്കുക, മീറ്റർ എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ വാല്യൂ ചൂസ് ചെയ്തു. നമ്മൾ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഈ മീറ്റർ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എത്ര ടൈംസ്, ഹൗ മെനി ടൈംസ് ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ചെയ്ത്. ഞാൻ ഈ മീറ്റർ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ വാല്യൂ ആ ടേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി 16 ടൈംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ടേബിളിൻ്റെ ലെങ്ത്ത് കിട്ടി. ഞാൻ എഴുതുവാണ് 16 മീറ്ററാണ്. ഞാനിനി അതേ ഫണ്ടമെൻ്റൽ വാല്യൂ, മീറ്റർ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ വാല്യൂ ഈ ബോർഡ് എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കി. ഹൗ മെനി ടൈംസ്? 2.6 ടൈംസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ആ ലെങ്ത്ത് കിട്ടി. അതുപോലെ തന്നെ 22 ടൈംസ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാനിവിടെ എല്ലാം മെഷർമെൻറ്റ് എടുത്തപ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്തത്. ആദ്യം എന്ത് ചെയ്തു? ഞാനൊരു ഫണ്ടമെൻ്റൽ വാല്യൂ സെലക്ട് ചെയ്തു. പറഞ്ഞ് മനസ്സിലായോ? ഒരു ഫണ്ടമെൻ്റൽ വാല്യൂ ഞാൻ സെലക്ട് ചെയ്തു. ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഞാൻ സെലക്ട് ചെയ്തു.
റൈറ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. മെഷർമെൻറ്റ് നടത്തിയപ്പോൾ നമ്മൾ ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് എ സ്റ്റാൻഡേർഡ് വാല്യൂ ഓർ എ ഫണ്ടമെൻ്റൽ വാല്യൂ. അത് കഴിഞ്ഞ് എന്താ ചെയ്തേ? ഫൈൻഡ് ഹൗ മെനി ടൈംസ് ദാറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എത്ര തവണയുണ്ട് എന്ന് നോക്കി. രണ്ടാമത്, ഓർ വി ക്യാൻ കമ്പയർ ദറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ ആ സ്റ്റാൻഡേർഡ് വാല്യൂവും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. അതാണ് നമ്മൾ രണ്ടാമത് ചെയ്തത്. ശരിയല്ലേ? ആ സ്റ്റാൻഡേർഡ് വാല്യൂവും ഫിസിക്കൽ ക്വാണ്ടിറ്റിയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇത്ര ടൈംസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. ഒരു കമ്പാരിസൺ പ്രോസസ്സാണ് കേട്ടോ ശരിക്കും മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറയുന്നത് മനസ്സിലായോ? അപ്പോൾ രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞത്. മെഷർമെൻറ്റ് നടത്തുന്ന സമയത്ത് മെഷർമെൻ്റ് എടുക്കുന്ന ഏതൊരാളും ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സെലക്ഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് വാല്യൂ ഓർ എ ഫണ്ടമെൻ്റൽ വാല്യൂ. രണ്ട്, ഫൈൻഡ് ഹൗ മെനി ടൈംസ് ദറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ വി ക്യാൻ കമ്പയർ ദി സ്റ്റാൻഡേർഡ് വാല്യൂ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ്, അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ മെഷർമെൻറ്റുകളിലും നടക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ടൈം മെഷർ ചെയ്യുകയാണ്, ഒരു ടൈം ഇൻ്റർവെൽ മെഷർ ചെയ്തു, എനിക്ക് കിട്ടി 15 സെക്കൻഡ്. മനസ്സിലാവുന്നുണ്ടോ? വേറൊരു ടൈം ഇൻ്റർവെൽ മെഷർ ചെയ്തു, എനിക്ക് കിട്ടി 60 സെക്കൻഡ്. ഇവിടെ എല്ലാം നമ്മുടെ സ്റ്റാൻഡേർഡ് വാല്യൂ ഏതാ? സെക്കൻഡ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കുക. അപ്പോഴാണ് നമുക്ക് ആ മെഷർമെൻറ്റ് ലഭിക്കുക. എല്ലാ മെഷർമെൻറ്റുകളും നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, സെലക്ഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. രണ്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മളിവിടെയൊക്കെ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ നമ്മളെടുത്ത സ്റ്റാൻഡേർഡ് വാല്യൂ ഇവിടെ മീറ്ററാണ്, ഇവിടെ സെക്കൻഡാണ്. ഈ മീറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്ന ആളെ അല്ലേ നമ്മൾ യൂണിറ്റ് എന്ന് വിളിക്കുക? അപ്പോൾ കണ്ടോ, മെഷർമെൻറ്റുകൾ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് വാല്യൂ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സെലക്ട് ചെയ്യുന്നത്? നമ്മളൊരു യൂണിറ്റാണ് സെലക്ട് ചെയ്യുന്നത് മെഷർമെൻറ്റ് നടത്താൻ. ഏതൊരു മെഷർമെൻറ്റ് നമുക്ക് നടത്തണമെങ്കിലും നമുക്ക് ആ മെഷർമെൻറ്റിന് വേണ്ടി ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ വേണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റാൻഡേർഡ് വാല്യൂ, ഈ യൂണിറ്റ്, ഈ ക്വാണ്ടിറ്റിയിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആ മെഷർമെൻറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. കണ്ടോ, നമ്മൾ ആദ്യം മീറ്റർ സെലക്ട് ചെയ്തു, എത്ര തവണ ഉണ്ടെന്ന് നോക്കി, 16 ടൈംസ് ഉണ്ടെന്ന് കിട്ടി. ഇതാണ് ആ മെഷർമെൻറ്റിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ. ഇവിടെ നോക്കി, മീറ്റർ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, യൂണിറ്റ് എത്ര തവണ ഉണ്ടെന്ന് നോക്കി, എന്ത് കിട്ടി? ന്യൂമറിക്കൽ വാല്യൂ. ഇവിടെയും കിട്ടി, യൂണിറ്റ് എത്ര തവണ ഉണ്ടെന്ന് നോക്കി, ന്യൂമറിക്കൽ വാല്യൂ കിട്ടി. ഇവിടെ എല്ലാം അത് തന്നെ സംഭവിച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന മെക്കാനിസത്തിൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ്, സെലക്ഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് വാല്യൂ ഓർ യൂണിറ്റ്. മെഷർമെൻറ്റ് ഇൻവോൾവ്സ് one, selection of unit. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? or this is also called the standard value. നമുക്കത് യു എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സെലക്ഷൻ ഓഫ് എ യൂണിറ്റ് ഓർ സ്റ്റാൻഡേർഡ് വാല്യൂ. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫൈൻഡ് how many times that unit contained in a physical quantity. Or we can say find the numerical value. ഞാനത് n എന്ന് റെപ്രസെൻ്റ് ചെയ്തു. കണ്ടോ, നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി ഒരു
യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ സെലക്ട് ചെയ്തു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റാൻഡേർഡ് വാല്യൂ ആ ക്വാണ്ടിറ്റിയിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കി, ഹൗ മെനി ടൈംസ് ഉണ്ടെന്ന് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂമറിക്കൽ വാല്യൂ കിട്ടി. അപ്പം ഞാൻ പറയുവാണ്, ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ഇൻവോൾവ്സ്. എന്താ നമ്മളൊരു മെഷർമെൻറ്റ് നടത്തുമ്പോൾ നടക്കുന്ന മെയിനായിട്ടുള്ള പ്രോസസ്സ്? 1 സെലക്ഷൻ ഓഫ് യൂണിറ്റ്, 2 ഫൈൻഡ് ദി ന്യൂമറിക്കൽ വാല്യൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം യൂണിറ്റ് സെലക്ട് ചെയ്യുക, പിന്നീട് ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുക. ന്യൂമറിക്കൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൈ കമ്പയറിങ് ദ സ്റ്റാൻഡേർഡ് വാല്യൂ വിത്ത് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ്, എന്താണ് അങ്ങനെയെങ്കിലും ഒന്ന് മെഷർമെൻറ്റ് എന്താണ് എന്നൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ഇൻവോൾവ്സ് ഇറ്റ്സ് കമ്പാരിസൺ വിത്ത്. പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് ഇറ്റ്സ് കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ് വാല്യൂ. എന്താ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ചെയ്യുന്നത്? ഇറ്റ്സ് ആക്ച്വലി ദ കമ്പാരിസൺ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് വാല്യൂ. ആ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് ആര്? യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുക, ദ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ഇൻവോൾവ്സ് ഇറ്റ്സ് കമ്പാരിസൺ വിത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് എ സ്റ്റാൻഡേർഡ് വാല്യൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദാറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ ഈസ് കോൾഡ് ദ യൂണിറ്റ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി. പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നിങ്ങളൊരു മെഷർമെൻറ്റ് നിങ്ങളൊന്ന് നോക്കിക്കേ. ദേ ഈ എഴുതി വച്ചിരിക്കുന്ന മെഷർമെൻറ്റ്, ഇതിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ടുമുള്ളത് ദാ ഇവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. കണ്ടോ? ഇത് നോക്കിയേ, ഇവിടെ ഉണ്ടൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, ഒരു യൂണിറ്റ് ഉണ്ട്. ഇവിടെ എല്ലായിടത്തും നോക്കിയ ന്യൂമറിക്കൽ വാല്യൂ യൂണിറ്റും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഏതൊരു മെഷർമെൻറ്റും വേണമെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെയും ഒരു യൂണിറ്റിൻ്റെയും കൂടെ പ്രോഡക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇൻ ജനറൽ a measurement is represented as x is the product of numerical value and unit. ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെയും യൂണിറ്റിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു മെഷർമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുക. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മളിവിടെ ആകെ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, how we can define the term measurement. Measurement of a physical quantity involves its comparison with a standard value. That standard value is called unit. മെഷർമെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവുമായി കമ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ്. ആ കമ്പയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വാല്യൂവിനെ പറയുന്ന പേരാണ് യൂണിറ്റ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്താ? ഒന്ന്, സെലക്ഷൻ ഓഫ് യൂണിറ്റ്, നമ്മളൊരു യൂണിറ്റ് സെലക്ട് ചെയ്യും. ദെൻ 2, find how many times that standard value or unit contained in a physical quantity. ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എത്ര തവണ ഉണ്ടെന്ന് നോക്കുക. ഇത് 2 കാര്യങ്ങളാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റിലും ചെയ്യുക. ഇനി 3, എല്ലാ മെഷർമെൻറ്റുകളും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെയും യൂണിറ്റിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നൗ ഇനി നമ്മൾ നേരെ പോകുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ തന്നെ നമ്മൾ, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിന് നമ്മൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ പ്രധാനമായിട്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുവാണ്. ഒന്ന്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. 2, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നും നമ്മൾ 2 ആയിട്ട് തിരിക്കുക. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്തായിരിക്കും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഏറ്റവും സ്റ്റാൻഡേർഡ് ഫോം, ഏറ്റവും സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റികളെ, ബേസിക് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ദാറ്റ് മീൻസ് വിച്ച് കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം എനി അതർ ക്വാണ്ടിറ്റി, or it cannot be resolved into simpler type of quantity. മറ്റു ക്വാണ്ടിറ്റിയിൽ നിന്നൊന്നും ഡിറൈവ് ചെയ്യാൻ പറ്റാത്ത, ഇവരെ വീണ്ടും നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ബേസിക് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ പറഞ്ഞാൽ മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, ലെങ്ത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്,
ടൈം ഒക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. പറയുന്നത് മനസ്സിലാവുണ്ടോ? വിച്ച് കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം എനി അതർ ക്വാണ്ടിറ്റി ഓർ ഇറ്റ് കനോട്ട് ബി റിസോൾവ്ഡ് ഇൻ ടു മോർ സിംപ്ലർ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ ടൈപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ എന്തായിരിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? വിച്ച് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നവരെ നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. കണ്ടോ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ടൈം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ച് ഡിറൈവ് ചെയ്യുകയാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവരെ നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇവരെ വെച്ച് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റികളെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?